കേരളത്തിന്റെ വികസന ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന അതീവ നിർണായകരമായ ഒരു സാമ്പത്തിക വാർത്തയാണ് ഇപ്പോൾ വിഴിഞ്ഞത്തു നിന്നും പുറത്തു വരുന്നത്. ആഗോള കപ്പൽ ചാലകളിൽ ഇനി വിഴിഞ്ഞം തുറമുഖം രാജാവായി മാറും. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ MSC വിഴിഞ്ഞം തുറമുഖത്തേക്ക് 10,000 കോടിയുടെ നിക്ഷേപവുമായി നേരിട്ടെത്തുന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടാകാതെ ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപത്തിനാണ് വിഴിഞ്ഞം ഇപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ വാങ്ങാനായി സ്വിസ് കമ്പനി 13,000 കോടി രൂപയാണ് നേരിട്ട് നിക്ഷേപിക്കുന്നത്. ഇതോടെ വിഴിഞ്ഞത്തിന്റെ കപ്പാസിറ്റി നിലവിലുള്ളതിനേക്കാൾ 3.5 മടങ്ങായി വർദ്ധിക്കും. ഈ വൻ ഓഹരി കൈമാറ്റത്തിന് അനുമതി നേടിക്കൊണ്ട് അദാനി ഗ്രൂപ്പ് ഇന്നോ നാളെയോ കേരള സർക്കാരിന് ഔദ്യോഗികമായി അപേക്ഷ നൽകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആഗോള പ്രാധാന്യം എത്രത്തോളമാണെന്ന് അടിവരയിടുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഈ മെഗാ നിക്ഷേപ കണക്കുകൾ. സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായ ആഗോള ഭീമൻ കപ്പൽ MSC ടെർമിനൽ വിഭാഗമായ TIL ആണ് അദാനി ഗ്രൂപ്പുമായി ഈ ചരിത്ര പങ്കാളിത്തത്തിൽ ഏർപ്പെടുന്നത്. കേവലം ഒരു ബിസിനസ് കരാർ എന്നതിനപ്പുറം കേരളത്തിലെ സാമ്പത്തിക ചരിത്രത്തിൽ ഇന്നേ വരെ രേഖപ്പെടുത്താത്ത ഏറ്റവും വലിയ വിദേശ സ്വകാര്യ നിക്ഷേപമാണിത്. അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലുള്ള അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികളാണ് സ്വിസ് കമ്പനിയായ MSC സ്വന്തമാക്കുന്നത്. വിഴിഞ്ഞത്തിന്റെ 49% ഓഹരികൾക്കായി MSC ഗ്രൂപ്പ് നിക്ഷേപിക്കുന്നതോ 13,000 കോടി രൂപ, അതായത് ഏകദേശം $139 കോടി. ഈ പുതിയ നിക്ഷേപ കരാറിന്റെ അടിസ്ഥാനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആകെ വിപണി മൂല്യം ഇപ്പോൾ കണക്കാക്കുന്നത് 27,000 കോടി രൂപയാണ്. ഈ വമ്പൻ മൂല്യനിർണ്ണയമാണ് അന്താരാഷ്ട്ര തലത്തിൽ വിഴിഞ്ഞത്തിന്റെ കരുത്ത് തെളിയിക്കുന്നത്. ഇന്ത്യൻ തുറമുഖ രംഗത്ത് അദാനി പോർട്ടും MSC ഗ്രൂപ്പും കൈകോർക്കുന്നത് ഇതാദ്യമായല്ല. എന്നാൽ വിഴിഞ്ഞത്തിലേക്ക് ഈ സഖ്യം എത്തുന്നതോടെ വലിയ വികസന കുതിപ്പാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. നിയമാനുസൃതമായ എല്ലാ ഔദ്യോഗിക അനുമതികൾക്കും വിധേയമായിട്ടും ഈ നിക്ഷേപം പൂർണ്ണമായും വിഴിഞ്ഞത്തിലേക്ക് എത്തുക. ഈ വൻ ഓഹരി കൈമാറ്റത്തിന് ആവശ്യമായ അനുമതി തേടിക്കൊണ്ട് അദാനി ഗ്രൂപ്പ് ഇന്നോ നാളെയോ തന്നെ കേരള സർക്കാരിന് ഔദ്യോഗികമായി അപേക്ഷ സമർപ്പിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കൈവരിച്ച അത്ഭുതപൂർവമായ ആഗോള നേട്ടങ്ങളിലേക്കും വരാനിരിക്കുന്ന വമ്പൻ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലേക്കും നോക്കിയാൽ കേവലം ഒരു തുറമുഖം എന്നതിനപ്പുറം ആഗോള കപ്പൽ ചാലുകളിൽ വൻ റെക്കോർഡുകൾ തീർത്തുകൊണ്ടാണ് വിഴിഞ്ഞത്തിന്റെ പടയോട്ടം. പ്രവർത്തനം ആരംഭിച്ച് വളരെ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ ഇന്ത്യയിലെ മറ്റു പ്രമുഖ തുറമുഖങ്ങളെല്ലാം വർഷങ്ങളോളം കാത്തുനിന്ന വലിയ നാഴികക്കല്ലുകളാണ് വിഴിഞ്ഞം ഒരൊറ്റയടിക്ക് പിന്നിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ റെക്കോർഡുകളാണ് വിഴിഞ്ഞം ഇതിനകം സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. പ്രവർത്തനം ആരംഭിച്ച് വെറും 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU ചരക്ക് കൈകാര്യം ചെയ്ത ഇന്ത്യയിലെ ആദ്യ തുറമുഖം എന്ന ചരിത്ര റെക്കോർഡ് വിഴിഞ്ഞം സ്വന്തമാക്കി കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ചയാണ് വിഴിഞ്ഞം തുറമുഖം തങ്ങളുടെ 1000 കപ്പലുകൾ എന്ന നേട്ടം കൈവരിച്ചത്. ഇതിനകം 70-ലധികം അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളും 300 മീറ്ററിന് മുകളിലുള്ള 283 കപ്പലുകളും വിഴിഞ്ഞത്ത് വന്നിറങ്ങി കഴിഞ്ഞു. കൂടാതെ 16 മീറ്ററിന് മുകളിലുള്ള ഡ്രാഫ്റ്റ് ആവശ്യമായ 98 കപ്പലുകളാണ് വിഴിഞ്ഞം കൈകാര്യം ചെയ്തത്. ഇന്ത്യൻ തുറമുഖങ്ങളിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ ഭീമൻ കപ്പലുകൾക്ക് വിഴിഞ്ഞത്തിലേക്ക് സുഗമമായി വരാൻ സാധിക്കുന്നതിന്റെ പ്രധാന കാരണം ഇവിടുത്തെ പ്രകൃതിദത്തമായ സവിശേഷതകളാണ്. രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരത്താണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. 18 മുതൽ 20 മീറ്റർ വരെ സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ഏക മെഗാ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എത്ര വലിയ കണ്ടെയ്നർ കപ്പലിനെയും യാതൊരു സാങ്കേതിക തടസ്സവുമില്ലാതെ വിഴിഞ്ഞത്തിന് സ്വീകരിക്കാൻ കഴിയും. MSCയുമായുള്ള പുതിയ ഓഹരി പങ്കാളിത്തത്തിലൂടെ ലഭിക്കുന്ന വൻ തുക വിഴിഞ്ഞത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് പൂർണ്ണമായും ഉപയോഗിക്കുക. അന്താരാഷ്ട്ര കപ്പൽ പാതയിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം ദൂരമുള്ള വിഴിഞ്ഞത്തിന്റെ സ്വാഭാവിക ഭൂമിശാസ്ത്രപരമായ നേട്ടങ്ങളെ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ തെളിവാണ് 13,000 കോടിയുടെ ഈ നിക്ഷേപം. അദാനി ഗ്രൂപ്പ് നൽകുന്ന അപേക്ഷയിൽ സംസ്ഥാന സർക്കാർ കൂടി ഉടൻ അനുമതി നൽകുന്നതോടെ ഇന്ത്യയിലെ മഹാസമുദ്ര മേഖലയിൽ ഏറ്റവും വലിയ പ്രമുഖ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി നമ്മുടെ വിഴിഞ്ഞം മാറും.